ഫ്ലാറ്റിക്ക് ജോലി സ്ഥലത്തുനിന്ന് അടി കിട്ടുന്നു എന്നോടോ. ഇത് പിടിക്കാം. ജോലി സ്ഥലത്തുനിന്ന് ആന്റി വന്നതാണ്, നാളെ തന്നെ പോവും. ഞങ്ങളെ കാണാൻ ജസ്റ്റ് വന്നതാണ്. അവിടെ അക്കോമഡേഷനിലാണ് താമസം. അപ്പൊ രാത്രി ചായ കുടിക്കാൻ ഞങ്ങളൊരു തീറ്റ കഴിഞ്ഞ് അടുത്ത ഫുഡൊക്കെ കഴിച്ചതാണ്. ഇനി ചായ കുടിക്കാന്ന് പറഞ്ഞ് ഇറങ്ങിയതാ. എന്തൊക്കെ എന്താ വേണ്ടേ? അവിടെ നിന്നിട്ട് പറ എന്താ വേണ്ടേ? ഐസ്ക്രീമോ? ഈ തണുപ്പത്തോ? തണുപ്പില്ലേ? ഇന്നലെയൊക്കെ രാത്രി ചൂടായിരുന്നു. അക്ക് ബുദ്ധിപൂർവ്വം ജാക്കറ്റ് ഒക്കെ ഇട്ട് ഇറങ്ങിട്ടോ. നമ്മള് മണ്ടന്മാരായി ആന്റി. ജാക്കറ്റ് ഒന്നും വേണ്ട, അങ്ങനെ നടന്നാ മതി. നോക്കേച്ചി, ഇതെന്താ മഞ്ഞോ? അക്കുവോ അതൊക്കെ അലാറം അടിച്ച അക്കുവിന് അടി കിട്ടൂട്ടോ. കൊള്ളാം, നടന്നോ. അടി ചോദിച്ചു വാങ്ങിക്കോ അക്കു. വീട്ടിക്ക് തെരഞ്ഞു വന്ന് അടിക്കുവര്. പിന്നെ ഇത്രയും കാറുകളിലൊക്കെ ഈ വെള്ളം കണ്ടിട്ട് പറയാണ് ആരോ കാറ് കഴുകിയതാണെന്ന്. ആകാശത്തില് വീഴാതെ നിക്കും മഞ്ഞ്. പിന്നെ അങ്ങനെ അങ്ങനെ ആക്കിയിട്ട് അങ്ങോട്ട് വീഴും. അതാണ് കേട്ടോ. എങ്ങനെ ആകാശത്ത് മഞ്ഞുണ്ടാവണ? എന്താ നാട്ടിൽ പോകുമ്പോ അതൊക്കെ കണ്ടിട്ടുണ്ട്. ഇത്ര ആകാശത്ത് മഞ്ഞുണ്ടാവണം. മഴയാണ് ഉദ്ദേശിക്കുന്ന ആള്. ഇപ്പൊ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് കേട്ടോ. ഏറോപ്പഴത്തുനിന്ന് കണ്ടു എന്നാണ് പറയുന്നത് നാട്ടിൽ പോയപ്പോ. ആകാശത്ത് മണ്ണല്ല, മഞ്ഞ്. അതെങ്ങനെ വീണ്? അങ്ങനെ വീഴും അല്ലേ? ആർക്കെങ്കിലും വല്ലോ മനസ്സിലായോ? എനിക്കൊന്നും മനസ്സിലായില്ല. അതെ, ഇത് ഫാർമസിയാണ്, ഒന്നും എടുക്കാൻ പാടില്ല. അത് ആയു അങ്ങനെയൊക്കെ വാങ്ങിക്കും. അത് ആയുവിന്റെ പല്ലിന് കേടുള്ളതുകൊണ്ടാ. ഇത് പല്ലിന്റെ എന്തോ അല്ലേ? സാനിറ്റൈസർ ആണെന്ന്. ഇതൊന്നും ഇവിടുന്ന് എടുക്കാൻ പാടില്ല. അത് സൂപ്പർ മാർക്കറ്റ് അല്ല. ഇവിടുന്ന് ഓടിക്കും. ആ ചേച്ചിയൊക്കെ ഓടിക്കും തന്നെ. ഇത് ഫാർമസിയാണ്. ഇത് ഇവിടെ നമുക്ക് മരുന്ന് മാത്രമേ കിട്ടുള്ളൂ. അസുഖം ഉണ്ടെങ്കിലേ തരുവുള്ളൂ, അല്ലാതെ വാങ്ങിക്കാനും പറ്റില്ല. ആയുവിന് അസുഖം ഉണ്ടായിരുന്നു. അതാ പിന്നെ ആയു മുത്തശ്ശിയല്ല, മുത്തശ്ശനാവാ. അക്കുനോടും കൂടിയാ പറഞ്ഞത്. മര്യാദയ്ക്ക് അവളെ കൊണ്ടുവച്ചോ. കൈ വേനക്കല് ഞാൻ മാറ്റി തരാം. കുറച്ച് പഠിക്കാൻ തന്നാ മതി, അത് മാറും. വെക്ക അവിടെ. അതൊക്കെ വയസ്സായ ആൾക്കാർക്കാക്കോ കൈ വേദനയ്ക്കൊക്കെ. സ്ട്രെസ് ബോളാ? നമുക്ക് അത്രയും സ്ട്രെസ് ഉണ്ടോ? തൽക്കാലം എൻ്റെ സ്ട്രെസ് ഞാൻ മാറ്റി തരാം കേട്ടോ. നന്ദകുട്ടി വാങ്ങിക്കണ്ടല്ല. ഞങ്ങൾ കോളിഫ്ലവറിന്റെ ഇവിടെ നാട്ടോ പച്ചിലകള് വാങ്ങിക്കില്ല ഞങ്ങള്. ഇത് ഞങ്ങള് പരിപ്പിന്റെ കൂടെ അടിപൊളിയാണ്. പാലക്കല്ല, വേറൊരു തരം ചീരയാണ്. ആൻറ്റിയാണ് ഞങ്ങളുടെ ഫിനാൻസ് മാനേജർ കേട്ടോ. എന്താ വേണ്ട വെച്ചാൽ ആൻറ്റിനോട് പറഞ്ഞാൽ മതി, ആൻറ്റി വാങ്ങിച്ചു തരുന്നു. എന്നാ പോട്ടെ. ഞങ്ങൾ ഓരോ ദിവസം ഇവിടുന്ന് ഓരോ ടൈപ്പ് ഇലകൾ എടുത്ത് പോവുകയാണ്. അല്ല, കോളിഫ്ലവറിന്റെ ഇല ഞങ്ങൾ എടുത്ത് നോക്കിട്ടോ. കോളിഫ്ലവർ അല്ലേന്ന്, പക്ഷെ ഞങ്ങൾക്ക് അത്ര ഇഷ്ടമില്ല. ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞു അടിപൊളിയാണെന്ന്, പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ചേട്ടൻ അടിപൊളിയാണെന്ന് പറഞ്ഞപ്പോൾ എടുത്താ ഞങ്ങള്. ആ വെള്ളം വന്നായിരുന്നു. ആ വെള്ളം ഞങ്ങളത് വെച്ചിട്ട് ഞങ്ങൾക്ക് അതിന് ഇഷ്ടമായില്ല. പക്ഷെ ഈ എല്ലാം അടിപൊളി സൂപ്പറായി. ഇത് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടണാണോ? നാട്ടിലൊക്കെ കിട്ടും തോന്നുന്നു അല്ലേ? അക്കു എന്തിനാക്കു കളിയാക്കുന്നേ? കുട്ടീനെ കളിയാക്കല്ലേ? പോ നമുക്ക് ഫുഡ് പാലസിലും കൂടി കയറും. പച്ചക്കറി വാങ്ങി ഇനി അടുത്ത കടയ്ക്ക് കേട്ടോ. ഞങ്ങള് പിഴിയും. മോനെ വായോ, എനിക്കൊന്നും കാണിച്ചു തരണ്ട. വേണ്ട, എടുക്കണ്ട എടുക്കണ്ട. വായോ സ്ക്രബ് ഡാഡി. ഇത് ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ക്ലീൻ ആക്കാനുള്ള. ഈ വായ എന്തിനാണ് അറിയോ?
നമ്മൾ സ്പൂണൊക്കെ ഇങ്ങനെ ക്ലീൻ ആക്കാനുള്ള. ആണോ? എന്നിട്ട് ഇത് ഭയങ്കര സ്ട്രോങ് ആണ്. ആ ഇതിന്റെ സോഫ്റ്റ് മോഡലും ഉണ്ടാവും, പക്ഷെ അവിടെ ഇല്ല. എന്നാ തൽക്കാലം അവിടെ വെച്ചിട്ട് വാ, നമുക്ക് വേണ്ട. നന്ദ അവിടെ കൊണ്ട് വെച്ചിട്ട് വാ. നല്ല സോഫ്റ്റ് എന്നല്ല, നല്ല ഹാർഡ് എന്നാ പറഞ്ഞ് മണ്ടൂച്ചേ. അവിടെ കൊണ്ടുവച്ചിട്ട് വാ. അതിന് ഒരെണ്ണത്തിന് എത്ര റിയലാണ് അറിയോ? 30. 30യോ? 13. മെല്ലെ മെല്ലെ കേട്ടോ. ഇരിക്കുന്ന സാധനത്തിൽ തൽക്കാലം അത് അങ്ങനെ വെച്ചു അവര്. സൂപ്പറായി, സൂപ്പർ സൂപ്പർ. വണ്ടിയിൽ ഇടുന്ന സാധനം നീ വാങ്ങിക്കണ്ട, അതൊക്കെ സുവച്ച വാങ്ങിച്ചോളൂ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ പോര്. നല്ല ഭംഗിയുണ്ട് അല്ലേ? അതൊക്കെ നല്ല ഭംഗിയാ. ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. വെള്ളം നനയില്ല. പേടിച്ചു പോയല്ലോ. പേടിപ്പിക്കല്ലോ അങ്ങനെ. നല്ല സോഫ്റ്റ് അല്ലേ? അല്ലെ നമ്മളിപ്പോ നാട്ടിൽ പോണില്ലല്ലോ. നാട്ടിൽ പോകുമ്പോ വേഗം പോയിട്ട് ഇത് വാങ്ങിക്കേട്ടോ. ബാഗല്ലേ? എല്ലാം വാങ്ങിക്കാം. ഓക്കെ. നല്ല തുകം കിട്ടും. തുകം പോകുമ്പോഴേ, നാട്ടിൽ പോകുമ്പോഴേ ഈ സാധനം വെച്ചാൽ നല്ല തുകം കിട്ടുന്നു. ഇതാ ഈ സാധനം വെച്ചാല് തൊട്ട് നല്ല സുഖം കിട്ടൂലേ? ആന്റി വാങ്ങിച്ചു തരും കേട്ടോ, ഞാൻ വാങ്ങിച്ചു തരും. ആന്റിക്ക് കിടക്കാൻ വേണം. ആന്റി നാട്ടിൽ പോകുമ്പോ കിടക്കാൻ ആന്റി കിടക്കാൻ മേടിക്കേട്ടാ. ഇപ്പൊ മേടിക്കണം അല്ലേ? എന്നിട്ട് അത് വെച്ച് നമുക്ക് പില്ലോ വെച്ചിട്ട് കിടക്കാം രാത്രി. നടക്കാനും പറ്റും, ഉറങ്ങാനും പറ്റും കേട്ടോ. തൽക്കാലം ഇപ്പൊ മോളത് അവിടെ വെക്കി. എല്ലാം നല്ല സോഫ്റ്റാ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇവിടെ മൊത്തം വാങ്ങിക്കണോ? നമ്മള് വണ്ടി വരും കേട്ടോ. അച്ഛൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ വാങ്ങി വന്നൂടായിരുന്നു എല്ലാം വാങ്ങിക്കണമെങ്കിൽ. അറിഞ്ഞൂടായിരുന്നു. നല്ല സാധനം ഇതിനല്ലേ? ചോറ് വെച്ച അവിടെ കിടന്ന് വെന്ത് വരും. സുഖമാണ് ചോറ് വെക്കാം. പിന്നീടല്ലേ അറിഞ്ഞത്. അതിന് ചെറുതൊക്കെ ഉണ്ടല്ലേ? ഇതില് മുട്ട അപ്പം എല്ലാം ചെയ്യാം. ചൂട് വെച്ച പൊറോട്ടൊക്കെ ചൂട് പൊറോട്ടൊക്കെ ചൂട് വെച്ച ഇതിനകത്ത് മുട്ട പുഴുങ്ങ, പിന്നെ ഇലയുടെ ഉണ്ടാക്കാം. ഞാൻ മേടിച്ചിട്ട് വീട്ടിൽ കൊണ്ടിട്ട് അറിയാണ്ട് അതിന്റെ വലുത് വെച്ചിട്ടുണ്ട്. ഏതാ നീ എടുക്കണ? ഇതാണോ ഇതാണോ? ആന്റി ഏതൊക്കെ വാങ്ങിച്ചു തരാ? അത് വലുതിരുന്നോട്ടെ, ഏതായാലും എടുക്കല്ലോ. എന്നാ വേ എടുക്ക്. നന്ദേന്റെ കൈ കൊടുക്ക. ഇത് പക്ഷെ നല്ല കളറ്. ഇതല്ലേ? ഇതിന് എത്രയാണെന്നറിയോ? 62. എന്താ കാണിച്ചു തരാ? എന്താണ് നീ കാണിച്ചു തരുന്നത്? എന്നെ വിളിച്ചു കൊണ്ടുവരുവാണ് കാണിച്ചു തരാന്. വല്ല കളിപ്പാട്ടോ? ടാങ് ടടാങ്. ഇതിവയ്ക്ക് ഒന്നും നോക്കണ്ട. ടാങ് ടടാങ്. എന്നെ നമുക്ക് ചെടിയില്ലല്ലോ നനയ്ക്കാൻ. ആണോ? നമ്മുടെ തലയിൽ കെട്ടാനാണ് ആന്റിക്ക്. കളിപ്പിക്കുന്ന സാധനം അല്ലേ? നമുക്ക് ഇനി അടുത്ത ബേബിക്ക് കളിപ്പിക്കണ്ടേ? അടുത്ത ബേബി കളിപ്പിക്കാം. അടുത്ത ബേബിക്ക് നമുക്ക് കളിപ്പിക്കാം കേട്ടാ. ഇപ്പൊ നമുക്ക് വേണ്ട. അമ്മയ്ക്ക് വയറ്റിൽ ബേബി ആയിട്ടുള്ളൂ കേട്ടോ. അപ്പുറത്തേക്ക് വരട്ടെ. അത്ര
അത് അങ്ങനെ ഇടിക്കണല്ല. അക്കു കാണിച്ചു കൊടുക്ക. അക്കു പിടിച്ചു കാണിച്ചു കൊടുക്ക. അതൊക്കെ അറിയോ? ഈച്ചനെ പിടിക്കുന്ന സാധനം പോടുന്നു. എന്തിനാണ് വേണ്ട ഈച്ചയൊന്നുമില്ലല്ലോ. എന്തിനാ വെറുതെ കണ്ണൊക്കെ വാങ്ങിക്കുന്നത്? പറ്റിയ ആളോട് ചോദിച്ചു. അല്ല എനിക്ക് കണ്ണൊക്കെ വാങ്ങിക്കണം. ഇല്ല മേടിച്ചില്ല. എടുത്ത് നോക്കണോണ്ട് കാശൊന്നും കൊടുക്കണ്ട. അത് വേണ്ട. ടീജിന്റെ നല്ലതാണ്. 24 തന്നെയല്ലേ? 24 നല്ല. അതെന്താ സാധനം? ചീസ് ഗ്രൈൻഡറോ? അല്ല, ഒരയ്ക്കുന്ന സാധനം. ഓക്കെ. ചീസ് ഗ്രൈൻഡർ ഇത് വേണമായിരുന്നു. ക്യാരറ്റ് അരിയാ? ഈ തിന്നോ എന്നിട്ട്? ക്യാരറ്റ് ഉപ്പേരി തിന്നോ? എന്നാ വാങ്ങിക്കാം. തേങ്ങ അല്ലേ? തേങ്ങ നമുക്ക് വേണം. തേങ്ങ തേങ്ങ ചെരുക മോങ്ങണ്ടോ? ആരാ തേങ്ങ ചെരുക? അങ്കി ഇതിലാണ് തേങ്ങ ഇതിലാണ് കുട്ടിക്ക് അറിയാം. എത്ര ഈ സാധനം നല്ലതാണ്. ഇതും ഇത് നല്ലതാ. ഇത് കണ്ട നല്ല സാധനങ്ങളാ. ഇത് നല്ലതാ. ഇത് നല്ലതാ. വെറുതെ വാങ്ങിക്കണ്ട. വെറുതെ കിടക്കണം. 91 റിയാലല്ലേ? നല്ലതാ തോന്നുന്നു അല്ലേ? നോക്കി ഇറങ്ങണേ. എന്താ വാ വാ നടക്ക് പോവാ. നമുക്കെന്നാല് നമുക്ക് നടക്ക്. അമ്മേ പേടിപ്പിച്ചല്ലോ. വല്ലാത്ത ആളാട്ടെ ഈ. സന്തോഷായില്ലേ? നടക്ക്. എന്താ വളഞ്ഞു പോയോ നടന്നപ്പോ? ഓ മതി മതി നടക്ക്. പുളിക്കാരറ്റില്ലേ? അതവിടെ വെച്ച് മറന്നുപോയി. അതാണ് ആന്റീനെയും കൂടി ഒരു ചേട്ടനും കൂട്ടി ബില്ലടിച്ചു. ഞാൻ വിചാരിച്ചു ആന്റീന്റെ ആരോ ആണ്. അതവിടെ വെച്ച് നമുക്ക് വേണ്ടത് കൊട്ട നന്ദ കിൻഡർ ജോയ് അല്ല, പക്ഷെ കിൻഡർ ജോയിനെ പോലത്തെ ഒരു ചോക്ലേറ്റിന് വേണ്ടി അവിടെ നിന്ന് വാശി പിടിച്ചേ. അത് വാങ്ങി കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐസ്ക്രീം വാങ്ങി തരൂല, ഇല്ലെങ്കിൽ ചായക്കടയിൽ നിന്ന് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാന്നായിരുന്നു. അപ്പം നന്ദയ്ക്ക് നല്ല ബോധ്യമുണ്ട് കേട്ടോ ഇനി ഐസ്ക്രീം കിട്ടൂലെന്ന്. ആന്റി ലോറിയലിന്റെ ക്രീം വാങ്ങിച്ചാണ്. അപ്പൊ വില ആയതിന് സങ്കടം. ക്രീം തേച്ചിട്ട് ഗുണമില്ലെങ്കിൽ കാണിച്ചു തരാണ്. ഐസ്ക്രീമിന്റെ ചാൻസ് കഴിഞ്ഞു കേട്ടോ. ആ തിന്നോ തിന്നോ. ചായ കുടിക്കാൻ വന്ന ചെലവാണ് ഇത്. വേണ്ടായിരുന്നില്ല ആന്റി. ചായ മാത്രമേ ഉള്ളൂ കേട്ടോ. ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ നടക്കാൻ ഇറങ്ങിയതാണ്. അത് ഓർത്തോ. എന്തെങ്കിലും മേടിച്ചിട്ട് കഴിച്ചു ഒരു വായം കൊണ്ടങ്ങാൻ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് തരണ്ട, അത്രേ ഉള്ളൂ. ഇത് കഴിക്കി വേണ്ട വേണ്ട വേണ്ടെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് വായിൽ വെച്ച് തന്നിട്ട് പറയും ചെയ്യണം. നോക്ക് അല്ല അക്കോ അതിൽ തന്നെ വെക്കി കൊടുക്കാൻ. വീട്ടിലെത്തിയിട്ട് ഇതിൽ തന്നെ വെച്ചു. അക്കോ ഇതിൽ തന്നെ വെച്ചു. അക്കോ അത് ശരിയാക്കി അടച്ചു കൊടുക്കും കേട്ടോ. ഇനി വീട്ടിലെത്തിയിട്ട് തുറക്കാം. ഇനി അത് നിലത്ത് ഇവിടുന്ന് കളിച്ച് നിലത്തിടണ്ട. ഈ ചായമക്ക ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള ചായക്കടയാണ് കേട്ടോ. സൂപ്പർ കടിയാണ് ഇവിടെ. ചായ അതെ സൂപ്പറാണ്. അതുകൊണ്ട് തന്നെ ആൻറ്റിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എത്ര വിശപ്പില്ലെങ്കിലും കടി കഴിക്കാതെ ആൻറ്റി പോകില്ല. ഇവിടെ ഞങ്ങൾ എപ്പോഴും സ്ഥിരമായിട്ട് വരുന്ന ചായക്കട. നിങ്ങൾ കാണാറുണ്ടാവും വീഡിയോയിൽ. നന്ദയ്ക്ക് ഐസ്ക്രീം വേണോ? വേണ്ടല്ലോ. നല്ല മോളാണ്. ചോക്ലേറ്റ് നല്ല മോളാ നല്ല മോളാ. ചോക്ലേറ്റ് എടുക്കുകയാണെങ്കിൽ ഐസ്ക്രീം വാങ്ങിച്ചു തരൂലെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം അനുസരിച്ച് വേണ്ട വേണ്ട ഒക്കെ വേണ്ടാന്ന് പറഞ്ഞു. അക്കുരി കിട്ടിയില്ലേ? വെള്ളോ? വേണ്ട വേണ്ട എൻ്റെ കുട്ടി ഐസ്ക്രീം കഴിക്കൂല.
അക്കു തുറന്നു തരും. പിടിച്ചാ ഓളെ കൈ കൊടുക്കും. കുറച്ചൊന്നോ അമ്മ ഇത് നിന്നോട് ഓടിക്കണേ. കയ്യിൽ പിടിച്ചോ കളയണ്ടേ. ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ ചായ കുടിക്കാൻ വന്നതാ ഇവിടെ അല്ലേ. 10 മണി കഴിഞ്ഞില്ലേ ആൻറ്റി? കാറ് പോവാം. എന്നാ ഞങ്ങൾ പോട്ടെ. എന്നാ ശരി. എൻ്റെ ആൻറ്റിയാണ്. ഞങ്ങള് ഇതിന് താഴെ ഞങ്ങൾ പോയത് ചായ കുടിക്കാൻ വന്ന് കഥ പറഞ്ഞു നിന്ന് 4 മണിക്കൂർ കൂടി ഉണ്ട് കടയുണ്ട്. അപ്പൊ രാത്രി ഉറക്കാൻ ഞാൻ ഇന്നലെ ഇവിടെ വരാൻ പോയി 2 മണിയായപ്പോ എന്റെ അടുത്തേക്ക് തുറന്നു വെക്കലുണ്ടല്ലേ? 24 hours ഉണ്ട്. പോരാൻ പറയണം ഉറക്കല്ലെങ്കിലും ചായ കുടിക്കാം അല്ലേ? ഞങ്ങളെ സ്ഥിരം ചായ കുടിക്കുന്ന സ്ഥലം തന്നെയാണ്. ചായയും കറിയും കഴിച്ചു കഴിഞ്ഞാൽ ഹോം ഡെലിവറി ഉണ്ട്. ഓക്കെ. അല്ല ഡെലിവറീന്റെ ആവശ്യമില്ല, ഞങ്ങൾക്ക് നടക്കാവുന്ന ദൂരമുള്ളൂ. ഞങ്ങൾ നടക്കാനായിട്ട് അങ്ങോട്ട് ഇറങ്ങുന്നത്. നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ട് തരണ്ട. ഞങ്ങൾ വരും വന്ന് കഴിക്കാൻ. പോവാ അക്കു പോവാം. എന്നാ വിട്ടോ. തന്നോ കൊടുക്കാം. ആന്റി, ആ ചായമക്കാനിയിലെ ചേട്ടന്മാര് പറഞ്ഞ കേട്ടോ, കഷ്ടപ്പെട്ട് വരണ്ട, നമുക്ക് കൊണ്ടുതരാന്ന്. നമുക്ക് വേണ്ട, ഞങ്ങൾ കഷ്ടപ്പെട്ട് നടക്കാനായിട്ടാണ് ചായ കുടിക്കാൻ വരുന്നത് അല്ലേ? ഹോം ഡെലിവറി ഉണ്ട്, ഞങ്ങൾക്ക് കൊണ്ടുതരാന്ന്. ബുദ്ധിമുട്ടി വരണ്ട. നമ്മൾ വരുന്ന ശല്യമായിട്ടാണോ നീ? അല്ല, നമ്മളോട് ഇരുന്നോട്ടെ. അത്രയും പോലും നമ്മളെ നടത്താൻ അവർക്ക് ഇഷ്ടമുണ്ടാവില്ല. അത്രയാ? പക്ഷെ ഒരു കാര്യം, നമുക്കാണെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്ത് ചാടാൻ വേണ്ടിട്ടാ ചായ കുടിക്കണത് അല്ലേ? വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ ചായ കുടിക്കാറുള്ളത്. പണ്ട് ഹെനുള്ള ഓർമ്മല്ലേ? 2 മണിക്കൊക്കെ വരലുണ്ട് നമ്മള്. 2 മണിക്കോ? ആ 2 മണിക്കൊക്കെ ഞങ്ങള് വന്നിട്ടുണ്ട്. പൊന്നു ഞാനും പാർട്ടിയിൽ 1 മണിക്ക് പോയി. ഞാനും പാറും കൂടി അച്ഛനെ പൂട്ടിയിട്ട് മക്കളെ പോയി. ഇത്രേ ഉള്ളൂ കേട്ടോ. ഞങ്ങളെ വീടിന്റെ ഇത്രേ നടക്കാനുള്ളൂ. ഈ ജംഗ്ഷൻ കഴിഞ്ഞ് ഞങ്ങളെ വീടായി. ഇപ്പം ഈ മത്താർക്കദീമിൽ താമസിക്കുന്നവർക്കറിയാം, ഈ സ്ഥലം വിട്ടു പോരാൻ നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല കേട്ടോ. കാരണം ഈ തൊട്ടപ്പുറത്ത് ഈ കാണുന്ന മൊത്തം സ്ട്രീറ്റാണ്, എല്ലാ ഫുഡിൻ്റെയും ഒക്കെ ഉള്ള സ്ട്രീറ്റ്. അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ വീട്ടിലേക്ക് നടന്നാൽ മതി. ഇപ്പം നമ്മൾ അടുപ്പത്ത് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പം തക്കാളി ഇല്ലെങ്കിൽ ഓടിപ്പോയി വാങ്ങിച്ചിട്ട് വരാം. അത്രയും അടുത്ത് സാധനങ്ങളുണ്ട്. അതുകൊണ്ടാണ് മത്താർക്കദീം എല്ലാവർക്കും ഇഷ്ടമാവും. ഇവിടെ ഉള്ള താമസിച്ചവർക്കൊക്കെ അറിയാം. മത്താർക്കദീമിൽ നിന്ന് വിട്ടുപോരാൻ ഒരു സങ്കടമാണ്. മത്താർക്കദീമിലുള്ള ഫ്രണ്ട്സൊക്കെ കാണുന്നുണ്ടെങ്കിൽ സത്യമല്ലേ എന്ന് പറയണം കേട്ടോ. ഖത്തറിലുള്ള ഏതെങ്കിലും ഫ്രണ്ട്സ് കാണുന്നുണ്ടെങ്കിൽ, കാരണം അത്രയും നല്ല സ്ഥലമാണ് താമസിക്കാൻ. ഇനിയിപ്പോൾ ഞാനിവിടെ താമസിച്ചിട്ടുള്ളൂ, അതുകൊണ്ടാണോ എന്നറിയില്ല. മത്താർക്കദീം ഭയങ്കര ഇഷ്ടമാണ്.